എൻ്റെ വീട്ടിനകത്തൊരു 1.5 മണിക്ക് പോലീസ് വരികയാണ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെയോ ഒരു താല്പര്യപ്രകാരമാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്നത്. അല്ല, ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ എങ്ങനെ വർഗീയമാകുന്നത്? എൻ്റെ ഈ വിഷയം കൊണ്ട് വർഗീയതയെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടാവട്ടെ. മുസ്ലിം മതം 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 മാത്രമാണ് മുഖമുദ്ര. അവസാന നിമിഷമൊക്കെ മതം പറഞ്ഞാൽ വോട്ട് ചോദിച്ചതാ. എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാന്ന് പോലും പറഞ്ഞു. അതിലൊന്നും ഒരു വർഗീയതയില്ല. ക്ഷേത്രവിരുദ്ധരാണ്. ഒരു ക്ഷേത്രം നശിച്ചു പോയാൽ അത്രയും നല്ലതെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർ, ഇവരൊക്കെയാണ് ഈ ക്ഷേത്ര നഗരിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്യൂ നിന്ന് ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ 1 മിനിറ്റ് നേരം ഭഗവാനെ തൊഴാൻ സൗകര്യമില്ല, തള്ളാണ്, മതി പോവാം. ഇങ്ങനെ അല്ലാതെ ഈ മതവാദികളെ സമൂഹത്തിൽ തുറന്നു കാണിക്കണമെങ്കിൽ ഇതേപോലത്തെ ചില അറ്റകൈ പ്രയോഗങ്ങൾ നടത്തണം. ഞാൻ ഷാർപ്പായി അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് ഗട്ട്സും വേണം. ജനം ചാനലിൻ്റെ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാമോ, CPM-ൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കെതിരെ ഏറെണ്ടായി. എൻ്റെ ഈ കയ്യുമേൽ നീരായിരുന്നു. നമസ്തേ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മറുപടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. സാധാരണ ഈ പാട്ടും പാടി ജയിച്ചു എന്ന് പറയാറുണ്ടല്ലേ? പറയാറുണ്ട്. ഡാൻസ് കളിച്ച് ജയിക്കാൻ പോവല്ലേ? എന്താണ് അനുഭവങ്ങൾ? ഇതെല്ലാം നമ്മളിങ്ങനെ കാണുക ദിവസവും ടെലിവിഷനിലും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഒരു തരംഗമായിട്ട് താങ്കൾ മാറി. എല്ലാം ഗുരുവായൂരപ്പൻ്റെ നിശ്ചയം. ഞാൻ കൊടുങ്ങല്ലൂരായിരുന്നു എൻ്റെ താല്പര്യമായിരുന്നത്. അതെ. സംഘടന എന്നോട് പ്രവർത്തിക്കാൻ പറഞ്ഞതും കൊടുങ്ങല്ലൂരാണ്. ഒരു 2 മാസത്തോളം കൊടുങ്ങല്ലൂരിൽ താഴെത്തട്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയും അവിടുത്തെ MLA-ക്കെതിരെ MLA നടപ്പാക്കാത്ത ധാരാളം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഒക്കെ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്ത് ഏതാണ്ട് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് സംഘടനാപരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമാണ്. കൊടുങ്ങല്ലൂർ 2020 കൊടുക്കേണ്ടി വന്നത്. പിന്നെ ഫസ്റ്റ് ലിസ്റ്റ് അനൗൺസ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, നമ്മുടെ സംഘടനാ പ്രവർത്തകർ കൊടുങ്ങല്ലൂർ തരാൻ നിർവാഹമില്ല, അത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ്റെ പേരിൽ, അത് നമ്മുടെ അലയൻസിൻ്റെ പേരിൽ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യുക? വടക്കാഞ്ചേരി, പുതുക്കാട്, ഗുരുവായൂർ, ഇതിലേത് വേണം തൃശ്ശൂർ ജില്ലയിൽ? ഞാൻ പറഞ്ഞു, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മണ്ണ് എന്ന് പറഞ്ഞ് ഞാൻ ഗുരുവായൂർക്ക് പോയി. അനൗൺസ് ചെയ്ത് ഗുരുവായൂരിൽ പോയി. ഒരു മഹാഭാഗ്യം എന്ന് വേണമെങ്കിൽ ഞാൻ കരുതുകയാണ്. ഞാൻ നിരവധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഗുരുവായൂരപ്പനോട് വോട്ട് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അത് ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. തുടർന്ന് എൻ്റെ ചിന്തയിലും നാവിലും എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലുമെല്ലാം ഗുരുവായൂർ മാത്രമായിരുന്നു. ആ മണ്ഡലത്തെക്കുറിച്ച് പഠിച്ചു വളരെ പെട്ടെന്ന്. ഒരൊറ്റ ദിവസം കൊണ്ട് എന്താണ് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പഠിച്ചു. പിന്നെ തീരുമാനിച്ചു ഗുരുവായൂർ മണ്ഡലം പിടിച്ചെടുക്കണം. അതൊരു സംഘടനയുടെ തീരുമാനമാണ്, ഒരു ആശയത്തിൻ്റെ തീരുമാനമാണ്, അതൊരു ആദർശത്തിൻ്റെ തീരുമാനം കൂടിയാണ്. ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ ഗുരുവായൂർ പോലെ വിശ്വവിഖ്യാതമായ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ 10,000-കണക്കിന് ആളുകൾ ഒരു ദിവസം വന്നു ചേരുന്ന ആ ക്ഷേത്ര നഗരി, അതാണ് വാസ്തവത്തിൽ ഗുരുവായൂരിൻ്റെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബേസ്. പക്ഷെ അവിടെ ഈ ക്ഷേത്രവിരുദ്ധരാണ്, ക്ഷേത്രവിശ്വാസത്തിന് എതിരുള്ളവരാണ്.
ക്ഷേത്രം നശിച്ചു പൊക്കോട്ടെ, ഒരു ക്ഷേത്രം നശിച്ചു പോയാൽ അത്രയും നല്ലതെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർ, ഇവരൊക്കെയാണ് ഈ ക്ഷേത്ര നഗരിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അതെന്നിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നഗരിക്ക് വേണ്ടത്, ഗുരുവായൂരിന് വേണ്ടത് എന്ത് എന്നുള്ളത് ഞാൻ പഠിക്കുകയും ഭഗവാൻ എന്നെ കൊണ്ടത് പറയിപ്പിക്കുകയും ചെയ്തു. അല്ല, മനഃപൂർവ്വം തന്നെയായിരുന്നു ആ പരാമർശം, അല്ല അതൊരു കാഷ്വൽ റിമാർക്സ് ആയിരുന്നില്ലല്ലോ. ഞാൻ കാഷ്വൽ റിമാർക്സ് പലപ്പോഴും ചെയ്യാറില്ല. കാഷ്വൽ റിമാർക്സിനേക്കാൾ അപ്പുറത്ത് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമല്ലോ. ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പൻ്റെ ഒരു ഇച്ഛയും കൂടി, ഞാനത് വളരെ അനിൽ നമ്പ്യാരെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയാണ്, ഇതിനകത്തൊരു ഗുരുവായൂരപ്പൻ്റെ ഇമ്പാക്റ്റ് കൂടെ ഉണ്ട്. നമ്മളെത്ര പഠിച്ചാലും നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു മർമ്മത്തിൽ കൊള്ളണമെങ്കിൽ അതിനൊരു നിയതിയുണ്ട്. അപ്പോൾ ഞാനന്ന് വൈകുന്നേരം ഭഗവാനെ തൊഴുത് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഗേറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഫ്ലെക്സ് ഡിസൈൻ ചെയ്ത എൻ്റെ പെങ്ങളുടെ മകനാണ്, നമ്മുടെ ശ്രീജിത്ത് പണിക്കരൊക്കെ മാർക്കറ്റിംഗ് ഭീകരൻ എന്ന് പറഞ്ഞ ആൾ. അയാൾ തൃശ്ശൂർ ജില്ലാ BJPയുടെ ഇൻ്റലക്ച്വൽ സെൽ കൺവീനറാണ്. സോഷ്യൽ മീഡിയ ഒക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ്. അയാളും ഒരു വിശ്വം മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇവിടെ വെച്ച് ഒരു വീഡിയോ എടുത്തിട്ട് പോവാം. അപ്പോൾ ഗുരുവായൂരിനെ പറ്റി പഠിച്ചത് പറയണം. ഗുരുവായൂരിൽ അവശ്യമായ കാര്യം സൂചിപ്പിക്കണം. 2 മിനിറ്റ്. ഞാൻ അവിടെ വെച്ച് എൻ്റെ മനസ്സിൽ നമ്മളിതുവരെ പഠിച്ചതും മനസ്സിലാക്കിയതും പിന്നെ നമ്മൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു പൊളിറ്റിക്സ്, ഞാനിപ്പോഴും കാണുന്ന അതിനെ അങ്ങനെയാണ്. കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഒരു വികസന ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ആ വികസനത്തിലൂന്നിയ ഹിന്ദുത്വ രാഷ്ട്രീയം ഞാൻ അവിടെ വെച്ച് ഒരു വീഡിയോ എടുക്കുകയാണ്. ആ വീഡിയോയിൽ വെച്ച് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് 50 വർഷമായിട്ട് ഈ ഒരു സമീപനം ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിക്കുന്നു. 50 വർഷമായി ഒരു ഹിന്ദു MLA അവിടെ ഇല്ല. അനിൽ നമ്പ്യാർ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ ഇല്ലാണ്ടല്ല. ഇപ്പോൾ VT ബൽറാം, അയാൾ ഗുരുവായൂരുകാരനാണ്, ശ്രീകൃഷ്ണ കോളേജിൽ പഠിച്ചാണ്. ഞാനും അയാൾ ഒന്നിച്ച് സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ABVPയുടെ കൺവീനറാണ്. പക്ഷെ അയാളെ തൃത്താലയ്ക്ക് വിട്ടു. ബേബിജൻ മാഷ് CPM, അയാളെ മണലൂർ വിട്ടു. അയാൾ ഗുരുവായൂരാണ്. ഗീതാ ഗോപി ഗുരുവായൂരാണ് അവരുടെ വോട്ട്, അവരെ നാട്ടിലേക്ക് വിട്ടു. കൃഷ്ണദാസ് 2 പ്രാവശ്യം ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്നു, അയാൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. ചാവക്കാട് ഒറ്റ പ്രാവശ്യം മുനിസിപ്പാലിറ്റി ചെയർമാനായ അക്ബറിന് കൊടുത്തു. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പം നമ്മൾ ചിന്തിക്കണ്ടേ? ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു സമീപനമാണ്. ഈ സമീപനം വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അല്ല, ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ എങ്ങനെ വർഗീയമാകുന്നത്? അതല്ലേ പറഞ്ഞുള്ളൂ. അതെ, ഒരിക്കലും ഞാനൊരു വർഗീയത പറഞ്ഞിട്ടില്ല. അതെ, വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു പരമത വിദ്വേഷം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വർഗത്തെ സംഘടിപ്പിക്കണം. ഞാൻ ഒരു വർഗത്തെയും സംഘടിപ്പിച്ചില്ല, ഞാനൊരു പരമത വിദ്വേഷവും പ്രചരിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞാൽ ഈ വർഗീയതയെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച ഉണ്ടാവട്ടെന്ന്. എൻ്റെ ഈ വിഷയം കൊണ്ട് വർഗീയതയെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവട്ടെ. മുസ്ലിം ലീഗ് വർഗീയതയല്ല, മതേതരത്വമാണ്. മുസ്ലിം മതം 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 മാത്രമാണ് മുഖമുദ്ര. അടുത്ത 10 വർഷം എൻ്റെ സമുദായത്തിന്, ഞങ്ങളുടെ സമുദായത്തിന് നേട്ടം ഉണ്ടാക്കാനാണ് ഞങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ മുഖമുദ്ര മതമാണ് എന്ന് പരസ്യമായി മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറയുമ്പോഴും അത് മതേതരമാണെന്ന് പറയുന്ന രാഷ്ട്രീയത്തെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം. അവസാന നിമിഷമൊക്കെ മതം പറഞ്ഞാൽ വോട്ട് ചോദിച്ചത്, അതായത് എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാമെന്ന് പോലും പറഞ്ഞു. അതിലൊന്നും ഒരു വർഗീയതയുമില്ല. അപ്പോൾ വ്യാജ മതേതരത്വ രാഷ്ട്രീയമാണ് കേരളത്തിൽ. ഇത് വ്യാജമാണ് ഈ മതേതരത്വം.
ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, മറുഭാഗത്ത് മദനിയുടെ PDPയും കൊണ്ട് നടക്കുന്ന ഈ മുന്നണികൾക്ക് എന്ത് മതേതരത്വം? ഇവർ മതവാദികളാണ്. പക്ഷേ ഈ മതവാദികളെ സമൂഹത്തിൽ തുറന്നു കാണിക്കണമെങ്കിൽ ഇതേപോലത്തെ ചില അറ്റകൈ പ്രയോഗങ്ങൾ നടത്തണം. ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യണം. അപ്പം ഞാൻ ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അല്ല, അതിന് ഗഡ്സും വേണം. ഞാൻ അല്ലേ നോക്കൂ, എനിക്കറിയാം പലർക്കും പറയണമെന്നുണ്ട്, പക്ഷേ പറയില്ല. എന്തോ ഒരു ഇൻഹിബിഷൻ. അനിൽ നമ്പ്യാരെ, എനിക്കിത് ഒരു നിലപാടുണ്ട്. ഞാനൊരു RSSൽ കൂടി വളർന്ന് RSSൻ്റെ ആശയത്തെ മനസ്സിൽ സ്വീകരിച്ച് RSSലൂടെ വളർന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടിയിലെത്തി. ആ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം. സംഘം പഠിപ്പിച്ചതും സംഘം പ്രദാനം ചെയ്തതുമാണ് എൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആശയപരമായ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പറയേണ്ട കാര്യം ആരുടെ മുഖത്ത് നോക്കി പറയും. ആ മുഖത്ത് നോക്കി പറയുന്നത് കൊണ്ട് വിഷമുണ്ടാവുന്ന ആൾക്കാർക്ക് വിഷമുണ്ടാവും. എനിക്ക് വിരോധമില്ല. നിലപാട് എൻ്റെ കറക്റ്റാണ്. എൻ്റെ മനസാക്ഷി പറയുന്നു ഈ നിലപാട് ശരിയെന്ന് പറഞ്ഞാൽ ആ നിലപാട്, എൻ്റെ മനസാക്ഷി പറയുന്ന നിലപാട്, എൻ്റെ ബേസിക് ഐഡിയോളജിയിൽ വെള്ളം ചേർക്കാതെ പറയുന്ന നിലപാട്, അത് ഞാൻ പറഞ്ഞിരിക്കും. അതിനെന്ത് സംഭവിക്കും? ഗോപാലകൃഷ്ണനെ നാളെ തൂക്കിക്കൊല്ലോ. ഗോപാലകൃഷ്ണൻ നാളെ എന്നോട് എല്ലാ മാധ്യമപ്രവർത്തകരും പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, എല്ലാ മാധ്യമപ്രവർത്തകരും പറഞ്ഞു 6 മാസം നിങ്ങളെ ഡീബാർ ചെയ്യാൻ പോവാണ്. ഡീബാർ ചെയ്തോ? ഹൈക്കോടതി എന്തോ ഒരു പരാമർശം വന്നു. ഞാനതിൽ എന്നെ സംബന്ധിച്ച് പോലീസ്, നിങ്ങൾക്കറിയോ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്തിനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇത്രയും ഭയപ്പെടുന്നത്? എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഭയപ്പെടുന്നത് എന്തിനാ? എൻ്റെ വീട്ടിൽ രാത്രി 1:30 മണിക്ക് പോലീസ് വരികയാണ്. ഞാൻ എൻ്റെ വീട്ടിലില്ല. നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം 23-ാം തീയതി നോമിനേഷൻ, ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ, ഒരു തിങ്കളാഴ്ചയാണ്, ഡേറ്റ് ഓർമ്മയില്ല. അന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കണം. അന്ന് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് മത്സരിക്കാൻ പറ്റില്ല. നോമിനേഷൻ കൊടുക്കുന്ന ആ ദിവസം രാത്രി എന്തോ ഈശ്വര കൃപയാൽ എൻ്റെ വീട്ടിലായിരുന്നില്ല. ഞാൻ എന്നും ഗുരുവായൂർ പോയി തിരിച്ചു വരുമായിരുന്നു. എൻ്റെ പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന അനീഷ് ഇയാൽ എന്ന നമ്മുടെ സംഘടനയുടെ പ്രവർത്തകൻ, വൈസ് പ്രസിഡൻ്റാണ് അയാൾ. അതിന് പറഞ്ഞ് ഇന്നും ഗോപട്ടം പോകണ്ട, കാരണം രാവിലെ തന്നെ നമുക്ക് നോമിനേഷൻ കൊടുക്കണ്ടേ. ശരി എന്ന് പറഞ്ഞ് ഞാൻ പോയില്ല. അന്ന് വൈകുന്നേരം 9 മണിക്ക് ഞാൻ അറിയുന്നത് പോലീസ് എന്നെ അന്വേഷിച്ച് നടക്കുന്നതാണ്. പോലീസ് ഓഫീസിൽ വരുന്നു ഗോപാലകൃഷ്ണനോടെ. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ കേസ് എടുത്തിട്ടുണ്ട്, ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ക്രൈമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബെയിലബിൾ ഒഫൻസാണ്. പക്ഷേ പോലീസ് പറയുന്നത് ഇപ്പം തന്നെ ബെയിലെടുക്കണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലെത്തണം. എൻ്റെ വീട്ടിലെത്തുന്നു പോലീസ്, എന്നെ അന്വേഷിച്ച് നടക്കണു പോലീസ്. എന്തിന്? ഞാൻ എന്ത് കുറ്റം ചെയ്ത്? പോലീസ് ഏത് സമയം എന്നെ അറസ്റ്റ് ചെയ്യും എന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്ന് പ്രവർത്തകർ പറയുന്നു. ഞാൻ രാവിലെ 10 മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ പോലീസ് കണ്ടവാനുണ്ട്, നമ്മുടെ പ്രവർത്തകരുമുണ്ട്. ഞാൻ നോമിനേഷൻ കൊടുത്ത് തിരിച്ചു പോന്നു. നോമിനേഷൻ്റെ സ്ക്രൂട്ടനി നടക്കുക. ആ സ്ക്രൂട്ടനിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ 3 വക്കീലുമാരെ കൊണ്ടിട്ട് എൻ്റെ നോമിനേഷൻ തള്ളാൻ പറയാം. അതിനകത്ത് രസകരമായ കാര്യം, എനിക്കെതിരെ കേസ് കൊടുത്തത്, സാധാരണ കേസ് ആരെ കൊടുക്കുക? നാട്ടിലെ ആളുകൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് കളക്ടറെ കൊണ്ട് ROയെ നിർബന്ധിച്ചു. കളക്ടർ ആരുടെ പക്ഷത്താണ് നിൽക്കുക? കളക്ടർ ഇവിടുത്തെ റവന്യൂ മന്ത്രിയുടെ പക്ഷത്താണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. കളക്ടർക്ക് എന്നോടൊരു വിശദീകരണം ചോദിക്കണ്ടേ? ഇത് നിങ്ങളുടെ വീഡിയോ തന്നെയാണോ, അതല്ലെങ്കിൽ ഇത് വ്യാജമാണോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ ബാധ്യസ്ഥനാണ് കളക്ടർ. ആ കളക്ടർ എന്നോട് ചോദിക്കാതെ കളക്ടർ എനിക്കെതിരെ പരാതി കൊടുക്കാൻ ROയോട് പറയുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കളക്ടറുടെ നിർദ്ദേശം കൊണ്ട് RO റിട്ടേണിംഗ് ഓഫീസർ നേരെ പോലീസിന് പരാതി കൊടുക്കുന്നു. പോലീസ് ആ പരാതിയിൽ കേസെടുക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് സ്ക്രൂട്ടണി സമയത്ത് പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് മോഹനകൃഷ്ണൻ, അയാൾ ഞാൻ നല്ല സുഹൃത്താണ്, പക്ഷെ അയാളുടെ വാദം എന്താ അറിയോ? RO തന്നെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ROയ്ക്ക് ഈ നോമിനേഷൻ മേടിക്കാൻ അവകാശമില്ല. കഴിഞ്ഞല്ലോ. അപ്പോൾ RO പരിഭ്രമിച്ചു. RO ആകെ എന്ത് വേണമെന്ന് അറിയാതെ പരിഭ്രമിച്ചു. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വളരെ സ്ട്രോങ് ആയി സംസാരിച്ചു. അപ്പോൾ
എൻ്റെ നോമിനേഷൻ എങ്ങനെയെങ്കിലും തള്ളണം, അല്ലെങ്കിൽ എൻ്റെ നോമിനേഷൻ എങ്ങനെയെങ്കിലും ഡിലേ ചെയ്യണം. അവസാനം ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം 3 ദിവസം നിങ്ങൾ കെപ്റ്റ ബെൻസി വെച്ചോളൂ, എന്നിട്ട് നിങ്ങൾ സംസ്ഥാനത്തിൻ്റെ ഉത്തരവ് അനുസരിച്ച് ചെയ്താൽ മതി. ഈ കെപ്റ്റ ബെൻസിൽ വെച്ചാൽ 2 ദിവസം പോയി. ഇപ്പം എന്നെക്കൊണ്ട് പ്രവർത്തിപ്പിക്കാതിരിക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് കഴിഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയും ചെയ്യാത്ത രീതിയിൽ സ്ത്രീകളുടെ ഒരു വലിയ റോഡ് ഷോ ഉണ്ടായിരുന്നു. ആ സ്ത്രീകളുടെ റോഡ് ഷോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നിയർലി 3000 സ്ത്രീകൾ ഒരേ വേഷത്തോട് കൂടിയിട്ട് ഗുരുവായൂരിൽ വന്ന് ആ നടയിൽ വരികയാണ്. അത് മാത്രമല്ല 2021 നമുക്ക് സ്ഥാനാർത്ഥി ഇരുന്നില്ല. അപ്പോൾ ഈ 3000 സ്ത്രീകൾ ആ ഒരു വിഷമം കൂടെ മാറ്റണമല്ലോ. അതെ, അപ്പോൾ ആ 3000 സ്ത്രീകൾ അവിടെ വന്നു. അപ്പോൾ ഞാനതിനെ രാധായൻ എന്ന് പേരിട്ടു. കാരണം എൻ്റെ ക്യാപ്ഷൻ എന്താ വെച്ചാൽ, എൻ്റെ ടീമിൻ്റെ ക്യാപ്ഷൻ ഗുരുവായൂരിൻ്റെ ഗോപാലകൃഷ്ണൻ എന്നാണ്. അങ്ങനെയായിരുന്നു ക്യാപ്ഷൻ. അപ്പം ഞാൻ രാധായൻ എന്ന് പേരിട്ടു. ഞാൻ പറഞ്ഞു എല്ലാ സ്ത്രീകളുടെയും മനസ്സിലൊരു രാധയുണ്ട്, അതുകൊണ്ട് രാധകൾ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ രാധായനം എന്ന് പേരിട്ടു. വലിയ ഒരു എന്താ പറയുക സ്വീകരണമാണ് രാധായനത്തിന് കിട്ടിയത്. ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ 3000-ന് മുകളിൽ സ്ത്രീകൾ ഒരേ വേഷം ഇട്ട് അവിടെ നമ്മുടെ റോഡ് ഷോയിൽ പങ്കെടുത്തു. അതിനും എനിക്ക് കേസ്. അതിന് കേസ് രാധായൻ എന്ന് പേരിട്ടു എന്ന്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഇങ്ങനെ വാറോലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാധായൻ എന്ന് പേരിട്ടു. അപ്പം ഞാൻ ചോദിച്ചു രാധായൻ പേരിട്ട് എന്താ? അല്ല, അത് മതമാണ്. രാധ എന്ത് മതമാണ്? അങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ എന്നുള്ള പേര് മതമല്ലേ? എനിക്ക് മത്സരിക്കാൻ പറ്റുമോ? ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഗുരുവായൂർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുരുവായൂരിലെ ഇത് സംസാരിച്ചു, മതം സംസാരിച്ചു. അങ്ങനെ ഗുരുവായൂർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഗുരുവും വായുവും ചേർന്നിട്ടാണ് ഗുരുവായൂരുണ്ടാക്കിയത്. ബൃഹസ്പതിയാണ് ആ ശീലം അവിടെ സ്ഥാപിച്ചത്. അന്ന് തൊട്ട്, അതായത് ഫ്രം ബിഗിനിങ് വേട്ടയാടലാണ്. എന്നെ വേട്ടയാടുക, എന്നെക്കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക, എന്നെ ഉപദ്രവിക്കുക. നിങ്ങൾ ഏറ്റവും അവസാനത്തെ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ അതിന് മുമ്പുള്ള ഒരു ഇൻസിഡൻറ്റ് സൂചിപ്പിക്കാം. ലാസ്റ്റ് ഇൻസിഡൻറ്റ്, ഈ നമ്മുടെ കലാശക്കൊട്ടുണ്ടല്ലോ, ആ കലാശക്കൊട്ടിൽ നിങ്ങൾ ആ ജനം ചാനലിൻ്റെ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. CPM-ൻ്റെ ഭാഗത്തു നിന്ന് എനിക്കെതിരെ ഏറുണ്ടായി. എൻ്റെ ഈ കയ്യുമ്മേൽ നീരായിരുന്നു. ഒരു ഇത്ര നീളത്തിലുള്ള ഒരു വലിയ വടി എടുത്തിട്ട് എറിഞ്ഞു. അതെൻ്റെ കണ്ണിലേക്കാണ് കൊള്ളേണ്ടിയിരുന്നത്. പക്ഷെ എന്തോ എൻ്റെ കയ്യുമ്മ തട്ടിയാൽ പോയി. ജനത്തിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ അതോടുകൂടിയിട്ട് നമ്മുടെ ആളുകൾ CPM-ൻ്റെ അതിനുള്ളിലേക്ക് അരച്ച് കയറാൻ നോക്കിയപ്പം ഞാനാണ് തടഞ്ഞത്. അപ്പോൾ ആ ഡാൻസ് ഞാൻ നിർത്താണ്ട് അങ്ങോട്ട് പോകരുതെന്ന്. കാരണം എങ്ങനെങ്കിലും ഒരു കലാപം ഉണ്ടാക്കണം, എങ്ങനെങ്കിലും നമ്മളുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കണം. ഇടതുപക്ഷവും വലതുപക്ഷവും വല്ലാതെ അമ്പരപ്പിലായി. ഞാൻ ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് അവരുടെ ക്യാമ്പയിൻ ഉണ്ടായത്. ഏറ്റവും അവസാനത്തെ എൻ്റെ ചോദ്യമായിരുന്നു ടിപ്പു സുൽത്താൻ. അറിഞ്ഞല്ലോ, ടിപ്പു സുൽത്താൻ്റെ ചോദ്യത്തിന് അവർ വീഡിയോ ഇറക്കി. CPM ഇറക്കി, കോൺഗ്രസ് ഇറക്കി. അതിൽ ടിപ്പു സുൽത്താനെ വെള്ള പൂശിയിട്ടാണ്. ടിപ്പു സുൽത്താൻ ആരാന്നറിയോ ഗോപാലകൃഷ്ണൻ? ആ വീഡിയോയുടെ ബേസാണ്. ടിപ്പു സുൽത്താൻ ആരാന്നറിയോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൻ്റെ പങ്കാളി ടിപ്പു സുൽത്താനായിരുന്നു. ഒന്ന്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽവസ്ത്രമില്ലാതെ വന്ന സ്ത്രീകളെ മേൽവസ്ത്രം ഇടിയിപ്പിച്ചത് 17കാരനായ ടിപ്പു സുൽത്താനായിരുന്നു. ടിപ്പു സുൽത്താൻ ഒരു ഹിന്ദുവിനെയും കൊന്നിട്ടില്ല. ടിപ്പു സുൽത്താൻ ഒരു ക്ഷേത്രത്തെയും ആക്രമിച്ചിട്ടില്ല. ഗോപാലകൃഷ്ണന് പ്രാന്താണ്. ഇവരൊന്നും കേരളത്തിലല്ലേ? എനിക്കറിയില്ലെന്നേ. ഇടതുപക്ഷവും വലതുപക്ഷത്തിൻ്റെയും വീഡിയോ, വലിയ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം എടുത്ത് വീണ്ടും ഇട്ടു. ഞാൻ പറഞ്ഞു ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ചതും 18 അല്ല, ഗുരുവായൂർ ക്ഷേത്രത്തെ, എൻ്റെ പോയിൻ്റ് അതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ ആക്രമിച്ചു. ടിപ്പു സുൽത്താൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഗുരുവായൂർ കൃഷ്ണനെ ഒരു ഫാമിലി, ഒരു കുടുംബ ഫാമിലി, ഞാൻ പേര് ഞാൻ മറന്നുപോയി, ആ കുടുംബ ഫാമിലി ഗുരുവായൂർ കൃഷ്ണനെ എടുത്ത് അമ്പലപ്പുഴയ്ക്ക് ഓടുകയാണ്. അങ്ങനെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വെക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വെക്കുന്നതിന് മുമ്പ് ഒരു ക്രിസ്ത്യൻ വീട്ടിൽ കൊണ്ട് ഇത് വെച്ചിട്ടുണ്ട്. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. ആ ക്രിസ്ത്യൻ വീട്ടുകാർ ഇപ്പോഴും വിളക്ക് എത്തിച്ച് വയ്ക്കുന്നത്. ആ ക്രിസ്ത്യൻ വീട്ടുകാർ ഇപ്പോഴും അവിടെ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കില്ല.
അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നു. അവിടെ രാജാവ് എഴുതി വെച്ചതിൻ്റെ ഹോൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് ടിപ്പു സുൽത്താൻ ആക്രമിച്ചില്ല എന്ന് പറയാം? അതെല്ലാം തമസ്കരിച്ച് ടിപ്പു ടിപ്പു സുൽത്താനെ അപ്പോൾ ഗുരുവായൂരപ്പനേക്കാൾ താല്പര്യം ഇവർക്ക് ടിപ്പുവിനോടാണ്. ഈ കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും അടുത്ത കേസ്. നിങ്ങൾ കേസ് എത്രയാണെന്ന് വെച്ചിട്ടാ? എത്ര കേസ്? 4 കേസുണ്ട്. അടുത്ത ഗോപാലകൃഷ്ണൻ ടിപ്പു സുൽത്താനെ ഇതിലെ സംസാരിച്ചു. ആ ഗുരുവായൂർ ടൗണിലെ ഏങ്ങണ്ടിയൂരിലെ പല സ്ഥലങ്ങളുടെയും പേര് ടിപ്പു സുൽത്താൻ റോഡെന്നാണ്. അപ്പം ഞാനിത് എൻ്റെ മനസ്സിൽ ഇത് വന്നെന്താ അറിയോ, ഏങ്ങണ്ടിയൂരിലെ പ്രചരണത്തിന് വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഹൈവേ ആയതുകൊണ്ട് എവിടെയാണ് ഈ വഴി എന്നറിയാൻ വേണ്ടി ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ പറയാണ് നിങ്ങൾ നിങ്ങളുടെ വണ്ടി ടിപ്പു സുൽത്താൻ റൂട്ടിലേക്ക് എടുക്കും. അപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഞാൻ അത്ഭുതമായി. ടിപ്പു സുൽത്താൻ റോഡോ? ഈ റോഡ് പോകുന്നത് വേലായുധൻ പണിക്കശ്ശേരിയുടെ വീട്ടിലേക്കാണ്. വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ചരിത്രകാരനാണ്. പിന്നെ ഞാനും അദ്ദേഹത്തിൻ്റെ ചരിത്രവും, ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ വായിച്ചിട്ടുണ്ട്. സംഘകാലത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ടിപ്പു സുൽത്താനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ആക്രമിച്ചു വന്ന ആളാണെന്നും ഗുരുവായൂർ ക്ഷേത്രം അതാണ് ഇയാൾ മരണപ്പെട്ടത്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ ആക്രമിച്ചു എന്നും വിഗ്രഹം അമ്പലപ്പുഴ കൊണ്ടെന്നൊക്കെ എഴുതി വെച്ച ആളാണ്. ഈ ടിപ്പു സുൽത്താൻ അക്രമകാരിയാണ്, ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ആളാണ് എന്ന് എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി ടിപ്പു സുൽത്താൻ റോഡ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇതിന് പകരം ഇത് വേലായുധം പണിക്കശ്ശേരി റോഡെന്നാക്കണം. എന്തുകൊണ്ട്? 50 കൊല്ലം ഈ അവിടെ ജയിച്ചു വന്നിട്ടുള്ള ഒരാൾക്കും ഈ കാര്യത്തിൽ താല്പര്യമില്ല. ഒരു താല്പര്യം വരണ്ടേ? ഇനി ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ വികസനത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, അനിൽ നമ്പ്യാർ, നിങ്ങൾ വാസ്തവത്തിൽ ജനം ചാനലൊക്കെ ഒന്ന് പോയി ഗുരുവായൂർ ടൗണിൽ നടക്കുന്ന കാര്യം അറിയണം. ഈ ക്ഷേത്രത്തിലേക്ക് 10,000-കണക്കിന് ആളുകൾ പ്രതിദിനം വരുന്നതാണ്. ഒരു സ്ഥലത്ത് പോലും കുടിവെള്ളമില്ല. കുടിവെള്ളം എന്ന് പറയുന്നത് അവിടുത്തെ ചുറ്റുവട്ടത്തെ ഒരു കിണറ്റിൽ നിന്നും നിങ്ങൾക്ക് കുടിവെള്ളം കുടിക്കാൻ പറ്റില്ല. അവിടെ ടാങ്കർ അടിച്ചിട്ട് ഹോട്ടലിൽ കൊടുക്കുന്ന വെള്ളത്തിലൊക്കെ ബാക്ടീരിയയാണ്. ഞാൻ തുറന്നു പറയാം നിങ്ങളോട്. ടാങ്കർ ലോറി വരുന്നത് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ്. ഇത് ഹോട്ടലിലേക്ക് കൊടുക്കുന്നുണ്ട്, ബാക്ടീരിയ ഉണ്ട്. എന്തുകൊണ്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അവിടെ ഇല്ല? ഗുരുവായൂരപ്പൻ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നവർക്ക് കുടിവെള്ളം കൊടുക്കേണ്ട ബാധ്യത ആർക്കാ? ശുദ്ധമായ കുടിവെള്ളം ഹോട്ടലിൽ കൊടുക്കേണ്ട ബാധ്യത ആർക്കാ? അവിടുത്തെ ദേവസ്വത്തിനാണ്, അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാണ്. 50 വർഷമായിട്ട് അവർ ചെയ്യുന്നില്ല. ഇനി കുടിവെള്ളം എടുത്ത് ഉയർത്തി കാണിച്ചിട്ടാണ് ഞാൻ പ്രചരണം ആരംഭിച്ചത്. നോമിനേഷൻ കൊടുത്തതിന് അന്ന് ഞാൻ ഈ കുടിവെള്ളത്തിൻ്റെ വിഷയം ഉയർത്തി കാണിച്ചിട്ടാണ്. മനുഷ്യാവകാശ കമ്മീഷൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ദേവസ്വത്തിനും മുനിസിപ്പാലിറ്റിക്കുമെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഗുരുവായൂർ ക്ഷേത്രം ഭഗവാൻ അവിടെ ഇരിക്കുന്നത് മൂക്ക് പൊത്തിയിട്ടാണ് എന്നീ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് ചുറ്റും അഴുക്കുചാലാണ്. ഈ അഴുക്കുചാലിൽ കൂടെ വിഷം ആണ് ഒഴുകുന്നത്. അവിടെയുള്ള എല്ലാ എന്താ പറയുക, നമ്മുടെ ഈ മാലിന്യവും തൊട്ടപ്പുറത്തെ വലിയ തോടിലേക്കാണ് വിടുന്നത്. സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഇതെല്ലാം പരിശോധിക്കാൻ പറ്റിയല്ലേ സൂക്ഷ്മമായിട്ട്? ഞാൻ എല്ലാം പഠിച്ചു. അതെ, ആ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ഡോർമിറ്ററി അല്ലേ, അത് മാത്രമല്ലേ ഉള്ളൂ? അയ്യോ, ആ ഡോർമിറ്ററി അതും സ്വന്തമാക്കാൻ ശ്രമിച്ചല്ലോ. അല്ലെന്ന്, ആ ഡോർമിറ്ററിയുടെ കാര്യം രസമാണ്. ഡോർമിറ്ററിയിൽ 10 രൂപ കൊടുത്താൽ കുളിക്കാം, 20 രൂപ കൊടുത്താൽ നമുക്ക് അവിടെ താമസിക്കാം. മുഴുവൻ അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണാക്കിയിരിക്കുക. അവിടെ ഡോർമിറ്ററിയിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കോ, കുളിക്കാനും പറ്റില്ല, വെള്ളവും ഇല്ല. കാരണം ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റാന്നേ പലരുമായിട്ടും. ഇനി ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ മുമ്പിലേക്ക് വരിക. സാറേ നമസ്തേ. ഞാൻ പറഞ്ഞ നമസ്കാരം. സാറേ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ പറഞ്ഞാൽ പറയേ. സാർ ഈ വീഡിയോ ഒന്ന് കാണും. ഒരു വീഡിയോ കാണിക്കുക. ഞാൻ പറഞ്ഞു എവിടുന്ന? ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ക്ഷേത്രവുമായി ചേർന്ന് സ്ത്രീകൾക്കൊക്കെ ബാത്റൂം സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വെള്ളമില്ല, വൃത്തിഹീനം, അവിടെ വൃത്തികേടായി കിടക്കുക, വാതിലിന് കൊളുത്തില്ല. കംഫർട്ട് സ്റ്റേഷൻ എന്ന പേര്, ഒരു കംഫർട്ടും ഇല്ല. അപ്പോൾ ഈ സ്ത്രീ എന്നെ കാണിക്കുക, സാർ ഇതൊക്കെ പറയണം സാർ, അങ്ങ് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ ഉമ്മാരുടെ പരിപാടി?
ഇവർക്ക് ഈ ഗുരുവായൂരിൽ ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഗുരുവായൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്താ പരിപാടി? ഇപ്പോൾ ഒന്നുകിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട് അനിൽ, നശിപ്പിക്കുക അത്ര തന്നെ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. ആ ഹിഡൻ അജണ്ട ഈ ഇടതുപക്ഷവും വലതുപക്ഷവും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് മറ്റാരുടെയോ താല്പര്യപ്രകാരമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെയോ ഒരു താല്പര്യപ്രകാരമാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു 50 കൊല്ലമായിട്ട്? അപ്പോൾ ഈ 50 കൊല്ലത്തെ കുത്തക അത് തകർക്കണം. അത് തകർക്കുക എന്നുള്ളതൊരു കൃത്യമായ ലക്ഷ്യമാണ്. അങ്ങനെ പാടില്ലെന്നേ. ഇവർ പറയുന്ന മതേതരമാണെങ്കിൽ മതേതരം കാണിക്കണ്ടേ? പിന്നെ മലപ്പുറത്തേക്ക് പോയാൽ 18 സംവരണം വെച്ച് ബാക്കി 17 മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അവർക്കൊരു വിഷമമില്ല. ഇവിടെ ഇങ്ങനെ വരുന്നത് ഇതിന് പകരമായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ പൊന്നാനിയെ വെച്ചു, ഞങ്ങൾ അവിടെ വെച്ചു. പൊന്നാനി അല്ലല്ലോ ഗുരുവായൂർ. ഗുരുവായൂരിൻ്റെ ബേസ് എന്താ? ഇനി ഞാൻ പറഞ്ഞ ഇതൊക്കെ വെളിയിൽ വരണം. ഈ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാമച്ചൻ കൃഷി എവിടെയാണ്? ഗുരുവായൂരാണ്. ആർക്കും അറിയില്ല. രാമച്ചൻ കൃഷി ഇപ്പം നാമാവിശേഷമായി. എന്താ കാരണം? രാമച്ചൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. മനസ്സിലായില്ലേ? ഭൂമി ലീസിനെടുത്തിട്ടാണ് രാമച്ചൻ കൃഷി ചെയ്യുന്നത്. ആരുടെ കയ്യിൽ നിന്നാണ് ലീസിനെടുക്കുന്നതെന്നുള്ള ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് രാമച്ചൻ അങ്ങോട്ട് ലീസിന് ഭൂമി എടുത്ത് പൈസ കൊടുത്ത് രാമച്ചൻ അങ്ങനെ റെഡിയായിട്ട് വിളവെടുക്കുന്ന സമയം ഇത് കത്തിക്കും, കത്തിച്ച് കളയും. ആരെ കത്തിക്കുന്നത് ഒരു പിടുത്തമില്ല. പോലീസിന് നിങ്ങൾ പല പ്രാവശ്യം പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു, കത്തിച്ച് കത്തിക്കുന്നത് ആരാന്ന് കൃത്യമായി കൃഷിക്കാർക്കറിയാം. പക്ഷെ അവർക്ക് മിണ്ടാൻ അവകാശമില്ല. തന്ത്രി ചേനാസ് പോലും ആരുടെ തടവറയില്ല. ഞാനത് പറഞ്ഞാൽ അത് കൂടിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പം സർവ്വമേഖലയിലും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഗുരുവായൂരാണ് തീവ്രവാദികൾ 7 പേരെ കൊന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 7 പേരെ തീവ്രവാദികൾ കൊന്ന ഒരേ ഒരു സ്ഥലം ഗുരുവായൂരാണ്. വേറെ എവിടെയാണ്? നമ്മൾ ഈ ആംഗിൾ ചിന്തിക്കണം. ഈ ആംഗിൾ ചിന്തിക്കുമ്പോഴാണ് ഗുരുതരമായ വളരെ ഗൗരവമായ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇതൊന്നും ഈ സാധാരണ ഭഗവാന്റെ മുമ്പിലേക്ക് പോകുന്ന ആളുകൾ, ഭഗവാനെ പ്രാർത്ഥിച്ചു വരുന്നവർക്ക് അറിയില്ല. ഇപ്പം ഞാൻ ഈ 50 വർഷത്തെ ഹിന്ദു MLA ഈ പോയിൻ്റ് ഞാൻ മുന്നോട്ട് വെച്ചപ്പം ഇതറിയാത്ത ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഉണ്ണിമൂന്നനാണ്, സിനിമാ നടൻ. അയാൾ അവിടെ വന്നിട്ട് നമ്മുടെ ഒരു BJP പ്രവർത്തകനോട് പറഞ്ഞു, ഗോപാലകൃഷ്ണന് പറഞ്ഞത് ശരിയാണ്, ഞാനിപ്പോഴാണ് അറിയുന്നത്, ബാക്കി ഞാൻ പറയുന്നില്ലല്ലോ. വന്ന് തൊഴുതിട്ട് പോകുന്നതല്ലാതെ എല്ലാവരും വരുന്ന തൊഴുത് അവനവൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞ്, ഗുരുവായൂരപ്പൻ്റെ കാര്യം ചോദിക്കില്ല, വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് പോരും. ഇനി ഞാൻ അതിൽ തന്നെ ഒരു പോയിൻ്റ് ചോദിക്കട്ടെ. 8 മണിക്കൂർ 9 മണിക്കൂർ 10 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഗുരുവായൂരപ്പനെ കാണുന്നത്. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വേണ്ട, ഒരു ഗ്ലാസ് ചായ വേണ്ട, ഒരു മാന്യമായ പെരുമാറ്റം ഈ ഭക്തരോടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ ഈ ക്യൂ നിന്ന് ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ 1 മിനിറ്റ് നേരം ഭഗവാനെ തൊഴാൻ സൗകര്യമില്ല, തള്ളാണ്, മതി പോവുക. ഇങ്ങനെ അല്ലാന്നേ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ഭക്തരുടെ എടുക്കേണ്ട സമീപനം അതല്ല. വേറൊരു തലത്തിൽ അതിനെ കാണണം.